ഇന്നൊരു ചെറിയ ട്രക്കിംഗ് വീഡിയോ കേട്ടോ. എവിടേക്കാണെങ്കിൽ ചിമ്മിനി ഡാമിലാണ്, തൃശ്ശൂർ. അവിടെ ഒരു ചെറിയ ട്രക്കിംഗ് പ്രോഗ്രാം ഉണ്ടെന്ന് ഒരുപാട് കാലമായി ഞാൻ കേൾക്കുന്നു. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗത്തേക്കാണ് പോണത്. അവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ രാവിലെ 8 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അവർ വന്നു, തുറന്നു, ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ഇന്ന് കുറച്ചധികം പേരുണ്ട്, ഒരു 6 ആളുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 3 ആൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 9 ആളും 2 ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അവരും കൂടിയാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. യാത്ര തുടങ്ങുമ്പോഴൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ള വഴിയായിരുന്നു. അവിടുന്ന് നമ്മൾ ചെറിയൊരു ഡൈവേർഷൻ എടുത്തിട്ടാണ് കാട്ടിലേക്ക് കയറുന്നത്. അങ്ങനെ കാട്ടിലേക്ക് ഞങ്ങൾ കയറി. പിന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. 3 മണിക്കൂറാണ് ഈ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ, നമ്മൾ ട്രക്കിങ്ങിന്റെ ഡ്യൂറേഷൻ. 5.5 കിലോമീറ്റർ ആണ് ടോട്ടൽ വരുന്ന ദൂരം. ഒരാൾക്ക് 200 രൂപയാണ് അവിടെ എൻട്രൻസ് ഫീ വരുന്നത്, ട്രക്കിങ്ങിന്റെ മാത്രം. ഡാമിലേക്കുള്ള എൻട്രൻസ് ഫീയും വണ്ടിയുടെ പാർക്കിംഗ് ചാർജും ഒക്കെ വേറെയാണ് കേട്ടോ. ഇത് ട്രക്കിങ്ങിന്റെ മാത്രമുള്ള പൈസയാണ് 200 രൂപ. ഇത്രയാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പെന്ന് വെച്ചാൽ വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും ചെറിയൊരു തണുപ്പ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല കുത്തനെയുള്ളൊരു കയറ്റാട്ടോ. കയറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ആദ്യമായിട്ട് ട്രക്കിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ കുപ്പി വെള്ളം കൈപിടിക്കുന്നത് വളരെ നല്ലതാണ്. ഞങ്ങൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ബോട്ടിൽ വെള്ളം കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കയറ്റം കയറി കുറച്ച് നടന്നപ്പോഴത്തേനും എല്ലാവരും ഒന്ന് നിൽക്കാനുള്ളൊരു പ്ലാൻ ഇട്ടു. അങ്ങനെ എല്ലാവരും കുറച്ച് നേരം നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് മെല്ലെ മെല്ലിയാട്ടോ കയറിയത്. എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ലേഡീസൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരും. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവിടുന്ന് യാത്ര തുടങ്ങിയത്. അങ്ങനെ എൻ്റെ മുമ്പിൽ നടക്കുന്നൊരു ചേച്ചി എന്നെ ലീഡ് ചെയ്യുന്നത്. ആ ചേച്ചി ഞങ്ങൾക്ക് ആ കാടിനെ കുറിച്ചും അവിടെ ഉണ്ടാവുന്ന സൈറ്റിങ്ങിനെ കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളെ നയിക്കുന്നത്. പിന്നെ ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഒട്ടും സംസാരിക്കാൻ പാടില്ല, പിന്നെ നമ്മൾ പെർഫ്യൂം അങ്ങനെ കാര്യങ്ങളൊന്നും അടിച്ചിട്ടൊന്നും കാട്ടിലേക്ക് വരരുത്, മാക്സിമം ഡ്രസ്സ് ധരിക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറ്, ഗ്രീൻ, ബ്ലാക്ക് അങ്ങനത്തെ കളറുകളൊക്കെ ധരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് അവർ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ സൈറ്റിങ് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഈ യാത്ര കേട്ടോ. എന്നാൽ അവർ പറഞ്ഞു കാടിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് സൈറ്റിങ് കിട്ടുന്ന ഒരു പ്രതീക്ഷയും വേണ്ട, നമ്മൾ കാടിനെ ആസ്വദിച്ച് കാടിനെ അറിഞ്ഞ് നടക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞങ്ങൾ അതുപോലെ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. പോകുന്ന വഴിക്ക് ഒരുപാട് ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം കൂടി, എങ്ങാനും കിട്ടിയാലോ, ഒരു ആനയെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ കാണാൻ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അടുത്ത് റെസ്റ്റ് എടുത്തു, കുറച്ചു നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു, വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇന്നലത്തെ മഴയുടെ ആണെന്ന് തോന്നുന്നു, ചെറിയ ചെറിയ അരുവികളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അത് നല്ല രസമായിട്ടോ കാണാൻ. മഴക്കാലത്ത് കാട് കാണുന്നുണ്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. ഈ മഴ ഞങ്ങൾക്കൊരു ബോണസ് ആയിട്ടാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇപ്പം മഴക്കാലമൊന്നുമല്ലല്ലോ, തലേദിവസം പെയ്തൊരു വലിയൊരു മഴ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ കാടിൻ്റെ വേറൊരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ മഴയുടെ ഒരു പവർ തലേദിവസം രാത്രി കണ്ടപ്പോൾ രാവിലത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്താലോ എന്ന് തന്നെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു കാട് കാണാൻ പറ്റി. മഴയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കാട് മൊത്തത്തിൽ ഭയങ്കര ഡ്രൈ ആയിരുന്നുണ്ടാവും കേട്ടോ. ഈ ഒരു ബ്യൂട്ടി അപ്പം കാണാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ. വെയിലിൻ്റെ ഒരു ചൂടും ഇതൊന്നും നമുക്ക് കാടിൻ്റെ അകത്തേക്ക് ശരിക്കും എടുക്കണില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇന്നലെ പെയ്ത നല്ല മഴ. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്ന് രാവിലെ വരെ മഴ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്.
പിന്നെ ഒന്ന് ഇടതൂർന്ന് നിൽക്കുന്ന ഈ മരങ്ങൾ. ഇവിടെ ഇങ്ങനെ ഈ താഴെ വീണ് കിടക്കുന്ന വലിയ വലിയ വൻമരങ്ങളെ അതിൽ ചെറിയ കൂണുകളൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഞങ്ങളുടെ മനസ്സിൽ ആനിമൽ സൈറ്റിംഗ് ആണ് മെയിനായിട്ടുള്ളത്. ഈ പോകുന്ന വഴിക്ക് ആ ചേച്ചിമാർ ഞങ്ങൾക്ക് ഒരു കുന്തിരിക്കത്തിന്റെ മരം കാണിച്ചു തന്നു. അതിൽ ശരിക്കും കുന്തിരിക്ക ഇങ്ങനെ ഒലിച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ കുന്തിരിക്കത്തിന്. പിന്നെ ഈ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ഈ മരത്തിന്റെ മുകളിൽ വളരുന്ന കൂണെന്ന് പറയാൻ പറ്റില്ല, മരക്കൂൺ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പല ഡിസൈൻസിലും ഒക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് പകുതിയായി തുടങ്ങിയിട്ടുണ്ട്. മുന്നിൽ പോകുന്ന ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടി കൊണ്ട് നടക്കുന്ന എന്തിനാണെങ്കിൽ ഈ എട്ടുകാലികളൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കൂട് കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വലയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചിറ്റിച്ച് കളയാനാണ് ആ വടി കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊക്കെ ഒരു വടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളും പോകുന്ന വഴിക്ക് ഇതുപോലെ എട്ടുകാലി വലയൊക്കെ കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കളഞ്ഞേക്കുക, അല്ലെങ്കിൽ വല്ല വിഷമുള്ള എട്ടുകാലിയൊക്കെ അവിടെ ഉണ്ടാവത്രേ. പിന്നെ വേറൊരു കാര്യം എന്താണെങ്കിൽ ഇങ്ങനെ ട്രക്കിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ സംസാരം വളരെ കുറയ്ക്കുക. മൃഗങ്ങൾ നമ്മുടെ സംസാരവും മറ്റെല്ലാ ആക്ടിവിറ്റീസും ശരിക്കും കാണുന്നുണ്ടാവുമെന്നാണ് അവർ പറയണത്. അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അവർ ഒരുപാട് ശ്രമിക്കും. അപ്പൊ നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കാട്ടിൽ ട്രക്ക് ചെയ്യുക. അത് പറയാൻ കാരണം എന്താ വെച്ചാല് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2-3 പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല, വേറെ ഒന്ന്. അവര് എന്തൊക്കെയോ സംസാരിച്ചിട്ട് വരുമ്പോ ആ ചേച്ചി പറഞ്ഞു, സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ട്രക്കിങ് ഇവിടെ വെച്ച് നിർത്താന്ന് പറഞ്ഞു. കാരണം അങ്ങനെ വന്നിട്ടൊരു കാര്യമില്ല, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടക്കില്ല, ആനിമൽ സൈറ്റിംഗ് കിട്ടില്ല, പിന്നെ ട്രക്കിങ് ശരിക്കും കാടിനെ ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങള് ഇതിന്റെ എൻഡ് എത്താറായി. ഈ എൻഡിൽ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇവിടെ വെള്ളം ഉണ്ടാവുന്നോ. ഇങ്ങനെ വാട്ടർഫോൾസ് ഉള്ളത് എനിക്കറിയാം, പക്ഷെ ഇതിൽ വെള്ളം ഉണ്ടാവും എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്താറായപ്പോഴത്തേനും ഞങ്ങൾ വേറൊരു കാര്യം കണ്ടു. ഒരു നല്ല അടിപൊളി ഒരു പാമ്പിനെ കണ്ടു. ഇവിടെ എൻ്റെ കൂടെയുള്ളവരാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ചെന്ന എൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു, വിഷം അധികം ഉള്ള ഒരു ജാതിയൊന്നുമല്ല, എന്നാൽ കടിച്ച പ്രശ്നമാണ് താനും, അപ്പൊ സൂക്ഷിച്ച് നടന്നു വരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. ഈ വാട്ടർഫോൾസിന്റെ അവിടേക്കാണ്. ഇതാണ് എൻ്റെ എൻഡ്. ട്രക്കിങ്ങിന്റെ വൺ സൈഡ് എൻഡ് വരുന്നത് ഈ വാട്ടർഫോൾസിന്റെ അവിടെയാണ്. അപ്പൊ ദൂരെ നിന്ന് വാട്ടർഫോൾസ് കാണാനുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഉള്ള യാത്രയല്ലേ. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ ആ വെള്ളം വരുന്നത് പ്രത്യേക രസമായിരുന്നു കേട്ടോ കാണാൻ. നല്ല സ്പ്രേ ചെയ്യുന്ന പോലെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഊർന്നു വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കൂണുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്, അതൊക്കെ ഞങ്ങൾ കണ്ടു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിലേക്ക് പോകാൻ പറ്റും. പുറകിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വന്ന് വീഴുന്നതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് മെല്ലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തോടെയാണ് നമ്മൾ റിട്ടേൺ പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഈ താഴത്തോടെ വന്ന് നമ്മൾ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മൊത്തത്തിലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇത് കിട്ടിയത് ഭയങ്കര ബോണസ് ആയിട്ടോ. അതും കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ കൂടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ വരുന്ന വഴി കൂടെ അല്ല തിരിച്ചു പോകുന്നത് വേറൊരു വഴിയിലൂടെയാണ്. ഈ ഇറക്കിറങ്ങി നമ്മൾ നേരെ ചെല്ലുന്ന ഈ ഡാമിന്റെ റിസർവോയറിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. അവിടെ വെച്ച് നമുക്ക് വേറൊരു സർപ്രൈസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളം കഴിഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വെള്ളം കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നമുക്ക് ആ ഡാമിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡാമിന്റെ വേറൊരു ഭാഗത്തേക്ക് മെല്ലെ നടന്നു നോക്കിയതാണ്. നമുക്ക് നടക്കാൻ പറ്റുന്ന വഴി തന്നെയാണ്, അവിടെ ടാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്.
അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും വിശാലമായിട്ടുള്ള നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയും അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഭാഗത്ത് നിന്ന് കാണുന്ന അതിൻ്റെ വേറൊരു സൈഡാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നോട്ട് വെള്ളം എടുക്കാനുള്ള പ്ലാനിട്ടത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സർപ്രൈസ് കണ്ടത്. പുലിയുടെ കാൽപ്പാദമായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്താണെങ്കിൽ, ഇന്ന് രാവിലെ, അതായത് ആ മഴ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ വരെ അവിടെ മഴ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ മഴ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നതിന് മാക്സിമം ഒരു 1-2 മണിക്കൂർ മുന്നേ അതിൽ പുലി കടന്നു പോയിരുന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അതെന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായി. കാൽപ്പാടെങ്കിൽ കാൽപ്പാട് അതെങ്കിലും കാണാൻ പറ്റിയല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും റോഡിലേക്ക് എത്തി. ഇനി തിരിച്ചു പോകാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററും കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ വേറൊരു സൈഡിലേക്ക് വന്നിട്ട് കയറും. ഇവിടെ ഞങ്ങൾ ഒരുപാട് നേരം ആനയെ കാണാൻ വേണ്ടി ഇങ്ങനെ നിന്നു കേട്ടോ. കാരണം അവിടെ ആനയുടെ കാൽപ്പാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഇന്നത്തെ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ ഉണ്ടായത്, ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുന്ന ഡാമിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾക്ക് ഒരൊറ്റ ആനയെ കാണാൻ പറ്റി. അതും ഭയങ്കരമായിട്ട് സൂം ചെയ്തിട്ടൊക്കെ ആയിരുന്നു കാണാൻ പറ്റിയത്. അവർ ഞങ്ങൾക്ക് ഒരു ബൈനോക്കുലറൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ആനയെ കണ്ടത്. ഇത് ആന വന്നൊരു ഭാഗമായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഒരുപാട് നേരം നിന്ന് നോക്കിയിരുന്നു, പക്ഷെ ആനയൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഭാഗത്തി. ഇതാണ് എൻഡ് വരുന്നത്. അപ്പോൾ ഒരു നല്ല അടിപൊളി യാത്രയായിരുന്നു. എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.